പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും മങ്ങാത്ത വെളിച്ചം എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഗലീല കടൽ തീരത്ത് വിസ്മയകരമായ ഒരു രംഗം അരങ്ങേറി. നസ്രത്തിൽ നിന്നുള്ള വിനീതനായ ഒരു അധ്യാപകൻ ദൈവവചനം പ്രസംഗിക്കുകയായിരുന്നു. മീൻപിടുത്തക്കാർ, തൊഴിലാളികൾ, കുടുംബങ്ങൾ, സത്യമന്വേഷിക്കുന്നവർ എന്നിങ്ങനെ ചെറുപ്പക്കാരും പ്രായമായവരും ഒരുപോലെ അദ്ദേഹത്തിന് ചുറ്റും കൂടി. അവിടുത്തെ വാക്കുകൾ അവർ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടുന്ന് കടൽ കടന്ന് മലമുകളിലേക്ക് പോയപ്പോൾ ജനക്കൂട്ടം അവിടുത്തെ അനുഗമിച്ചു. അവിടുത്തെ വചനം കേൾക്കാൻ വേണ്ടി മാത്രം അവർ മലഞ്ചരിവുകൾ കയറി അവിടെയെല്ലാം നിറഞ്ഞു. ആരും തളർച്ചയെക്കുറിച്ച് പരാതിപ്പെട്ടില്ല. ആരും വിശപ്പിനെക്കുറിച്ചോ ദാഹത്തെക്കുറിച്ചോ സംസാരിച്ചില്ല. കാരണം മശിഹായുടെ അധരങ്ങളിൽ നിന്ന് ജീവജലമൊഴുകുമ്പോൾ മനുഷ്യഹൃദയം ശാരീരികമായ സമൃദ്ധിയേക്കാൾ ആഴമേറിയ മറ്റൊന്ന് കണ്ടെത്തുന്നു. യേശു ഉയർന്ന സ്ഥലത്ത് ഇരുന്നു. ജനങ്ങൾ അവിടുത്തെ നോക്കി നിന്നു. അവിടുത്തെ വാക്കുകളിലും സാന്നിധ്യത്തിലും പ്രതിഫലിച്ച ദൈവമഹത്വത്തിൽ അവരുടെ കണ്ണുകൾ ഉറച്ചു നിന്നു. ആകാശത്തിലെ പക്ഷികളും വെള്ളത്തിലെ മത്സ്യങ്ങളും കുന്നുകളിലെ കാറ്റും പോലും അത് കേൾക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നി. സൃഷ്ടികളെല്ലാം അവിടുത്തേക്കുള്ളതാണ്. അവയെല്ലാം തങ്ങളുടെ യജമാനൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. തുടർന്ന് യേശു അഷ്ടസൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ് പ്രഖ്യാപിച്ചു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അനുഗ്രഹത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യഥാർത്ഥ പാത അവിടുന്ന് വെളിപ്പെടുത്തി. അവിടുന്ന് അരുളി ചെയ്തു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഈ വാക്കുകൾ വെറും കാവ്യാത്മകമായ വരികളായിരുന്നില്ല. അവ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെയും രൂപാന്തരപ്പെട്ട ഒരു ലോകത്തിൻ്റെയും രൂപരേഖയായിരുന്നു. തുടർന്ന് യേശു ജനങ്ങളോട് അസാധാരണമായ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമാകുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5:13-16 വരെയുള്ള വാക്യങ്ങൾ. ഈ ചുരുങ്ങിയ വാക്കുകളിലൂടെ ലോകത്ത് ദൈവത്തിൻ്റെ നന്മ പ്രതിഫലിപ്പിക്കുക എന്ന വിശുദ്ധമായ ഉത്തരവാദിത്വം യേശു മനുഷ്യരാശിയെ ഏൽപ്പിച്ചു. എങ്കിലും ഇന്നത്തെ ലോകത്തേക്ക് നോക്കുമ്പോൾ നാം ആശയക്കുഴപ്പവും ഭിന്നതയും അശാന്തിയും കാണുന്നു. ചരിത്രത്തിലുടനീളം അർത്ഥമോ നീതിയോ സമാധാനമോ വാഗ്ദാനം ചെയ്യുന്ന വ്യവസ്ഥിതികളും പ്രത്യയ ശാസ്ത്രങ്ങളും കെട്ടിപ്പടുക്കുവാൻ മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ദർശനങ്ങൾ ഒരു കാലത്തേക്ക് ശക്തമായി കാണപ്പെടുകയും പിന്നീട് വിസ്മൃതിയിലാവുകയും ചെയ്യുന്നു. മനുഷ്യർ എപ്പോഴും ആഴമേറിയ ഒന്നിനായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അർത്ഥം, ലക്ഷ്യം, സ്വത്വം എന്നിവയ്ക്കായി. മഹാനായ ചിന്തകൻ ബ്ലേസ് പാസ്കൽ ഒരിക്കൽ മനുഷ്യ ആത്മാവിനുള്ളിലെ ഈ ആഴമായ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഓരോ മനുഷ്യനും തന്നിലൊരു ശൂന്യത പേറുന്നുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഈ ലോകത്തിലെ ഒന്നിനും പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ദാഹം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആ വാഞ്ച നമുക്കുള്ളിലെ അനന്തമായ ഒരിടം പോലെയാണ്. അനന്തനായ ദൈവത്തിന് മാത്രമേ അത് നിറയ്ക്കാൻ കഴിയൂ. ചരിത്രം ഈ സത്യം സ്ഥിരീകരിക്കുന്നു. പല നേതാക്കളും പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യരാശിക്ക് പ്രത്യാശ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
ചിലർ ഭക്തിയും ചിലർ ഭയവും ചിലർ താൽക്കാലിക ഐക്യവും നൽകി. എങ്കിലും മനുഷ്യഹൃദയത്തിൻ്റെ ആഴമേറിയ മുറിവുകൾ സുഖപ്പെടുത്തുവാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് വീണ്ടും ഗലീലയിലെ ആ മലഞ്ചെരുവിലേക്ക് മടങ്ങാം. അവിടെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു തച്ചൻ നിന്നു. സമ്പത്തോ രാഷ്ട്രീയ അധികാരമോ ലൗകികമായ പ്രശസ്തിയോ ഇല്ലാതെ. എന്നിട്ടും അവിടുന്ന് സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണം സുവിശേഷം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: യേശു ഈ വാക്കുകൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം അവിടുത്തെ ഉപദേശത്തിൽ വിസ്മയിച്ചു. കാരണം അവിടുന്ന് അധികാരമുള്ളവനെ പോലെയാണ് അവരെ പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 7:28-29 വാക്യങ്ങൾ. എങ്ങനെയാണ് അവിടുത്തെ വാക്കുകൾക്ക് ഇത്രയധികം ശക്തി ലഭിച്ചത്? കാരണം അവ വെറും മാനുഷികമായ ആശയങ്ങളായിരുന്നില്ല. മനുഷ്യഹൃദയത്തെ സൃഷ്ടിച്ചവൻ്റെയും അതിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്നവൻ്റെയും വാക്കുകളായിരുന്നു അവ. ഇന്നും 2000 വർഷങ്ങൾക്കിപ്പുറവും അവിടുത്തെ വാക്കുകൾ ഓരോ തലമുറയോടും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. യേശു തന്നെ പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എൻ്റെ വാക്കുകളോ മാറിപ്പോകുകയില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 24:35 വാക്യം. യെശയ്യാ പ്രവാചകൻ പ്രഖ്യാപിച്ചു, പുല്ല് ഉണങ്ങുന്നു, പൂവ് വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. യെശയ്യാവ് 40:8. സാമ്രാജ്യങ്ങൾ ഉദിക്കുകയും അപ്രത്യക്ഷമാകുകയും ചെയ്തു. ശക്തമായ സൈന്യങ്ങൾ ഭൂഖണ്ഡങ്ങളിലൂടെ മാർച്ച് ചെയ്യുകയും ചരിത്രത്തിൽ മറയുകയും ചെയ്തു. രാഷ്ട്രങ്ങൾ മാറുന്നു, സംസ്കാരങ്ങൾ മാറുന്നു, ആശയങ്ങൾ മാറുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ നിലനിൽക്കുന്നു. ആ വാക്കുകൾ അവിടുന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. യോഹന്നാൻ 8:12. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. യോഹന്നാൻ 14:6. ലോകം പ്രത്യാശയുടെ ഒരു കിരണത്തിനായി തിരയുന്നത് തുടരുന്നു. ആളുകൾ സമ്പത്തിലേക്കും അധികാരത്തിലേക്കും സാങ്കേതിക വിദ്യയിലേക്കും അല്ലെങ്കിൽ മാനുഷിക ജ്ഞാനത്തിലേക്കും നോക്കുന്നു. എന്നാൽ മനുഷ്യരാശി തേടുന്ന വെളിച്ചം ഭൗതികമായ ഒരു വ്യവസ്ഥിതിയിലോ ദർശനത്തിലോ കാണാനാവില്ല. യഥാർത്ഥവും നിത്യവുമായ വെളിച്ചം ക്രിസ്തു തന്നെയാണ്. അന്ന് ആ മലമുകളിൽ വെച്ച് യേശു നൽകിയ ക്ഷണം ഇന്നും തുറന്നു തന്നെ കിടക്കുന്നു. ആത്മാവിൽ എളിമയുള്ളവരാകാൻ, കരുണ കാണിക്കാൻ, നീതിയെ അന്വേഷിക്കാൻ, സമാധാനം സ്ഥാപിക്കുന്നവരാകാൻ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ലോകത്തിൽ നമ്മുടെ വെളിച്ചം പ്രകാശിപ്പിക്കാൻ. ഈ പഠിപ്പിക്കലുകൾക്കനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം മലമുകളിൽ വെച്ച വിളക്ക് പോലെയാകും. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും സത്യത്തിലേക്കും മറ്റുള്ളവരെ നയിക്കുന്ന വെളിച്ചം. ആളുകൾ ആ വെളിച്ചം കാണുമ്പോൾ അവർ നമ്മെ അല്ല മഹത്വപ്പെടുത്തുക, മറിച്ച് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെയാണ്. അതുകൊണ്ട് പണ്ട് ആ മലമുകളിൽ സംസാരിച്ച ശബ്ദത്തിന് നമുക്ക് വീണ്ടും ചെവി കൊടുക്കാം. അവിടുത്തെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളെയും വീടുകളെയും ലോകത്തെയും രൂപപ്പെടുത്താൻ അനുവദിക്കാം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണാമയനായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനും ലോകത്തിൻ്റെ വെളിച്ചവുമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യവചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആശയക്കുഴപ്പങ്ങളും ഇരുട്ടും നിറഞ്ഞ ഈ ലോകത്തിൽ അവിടുത്തെ വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ആത്മാവിൽ എളിമയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും നീതിക്കായി ദാഹിക്കുന്നവരുമാക്കണമേ. കരുണയുള്ളവരായിരിക്കാനും സമാധാനം തേടാനും അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ മനുഷ്യഹൃദയത്തിൻ്റെയും ശൂന്യത അങ്ങയുടെ സത്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും നിറയ്ക്കണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ സ്വർഗസ്ഥനായ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് നയിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളിത് അപേക്ഷിക്കുന്നു.
ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനുമാകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.